നമുക്ക് പിന്നെ പരിചയപ്പെടാം. നിത്യസംഭാഷണത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അല്ലേ? നമുക്ക് പിന്നെ പരിചയപ്പെടാം. നമ്മുടെ ഫോളോവേഴ്സിൽ ഒരാൾ ആവശ്യപ്പെട്ടതാണ് എങ്ങനെയാണ് ഈ ഒരു സെൻറ്റൻസിനെ സ്പോക്കൺ ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളത്. അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾ ആ സെൻറ്റൻസും അതിനോടനുബന്ധിച്ച് പരിചയപ്പെടുക എന്ന് പറയുന്ന വാക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേ എക്സ്പ്രഷൻസ് വരാറുണ്ട്. അങ്ങനെ ഏതാനും ചില പ്രയോഗങ്ങളും നമ്മൾ ഇന്ന് ഈ അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യും. ആദ്യം നമുക്ക് പിന്നെ പരിചയപ്പെടാം എന്നുള്ളത് എങ്ങനെ പറയാം എന്നുള്ളത് നോക്കാം. നമുക്ക് പിന്നെ പരിചയപ്പെടാം എന്നുള്ളത് ഏറ്റവും സിമ്പിളായിട്ട് സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷിൽ പറയാറുള്ളത് ലെറ്റ്സ് ഗെറ്റ് ടു നോ ലേറ്റർ എന്നാണ്. അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് പറയുകയാണെങ്കിൽ ലെറ്റ്സ് ഗെറ്റ് ടു നോ ഈച്ച് അതർ ലേറ്റർ. അതാണ് ഏറ്റവും കറക്റ്റായിട്ടുള്ള പ്രയോഗം. ഓക്കെ, ഒരിക്കൽ കൂടി നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ടു നോ ഈച്ച് അതർ ലേറ്റർ. ലെറ്റ്സ് ഗെറ്റ് ടു നോ ഈച്ച് അതർ ലേറ്റർ. നമുക്ക് പിന്നെ പരിചയപ്പെടാം. ലെറ്റ്സ് ഗെറ്റ് ടു നോ ഈച്ച് അതർ ലേറ്റർ. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ചുകൂടെ കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഇംഗ്ലീഷിൽ ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇൻട്രഡ്യൂസ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തിട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെറ്റ്സ് ഇൻട്രഡ്യൂസ് ourselves ലേറ്റർ എന്ന് പറയാം. ലെറ്റ്സ് ഇൻട്രഡ്യൂസ് ourselves ലേറ്റർ. ലെറ്റ്സ് ഇൻട്രഡ്യൂസ് ourselves ലേറ്റർ. പിന്നീട് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അങ്ങനെയും പറയാം. ഇത് കൂടാതെ കുറച്ച് ഫോർമൽ ആയിട്ടുള്ളൊരു വേ ഉണ്ട്. അക്വൈൻറ്റഡ് എന്ന് പറയുന്ന വാക്ക് വെച്ചിട്ട്, അക്വൈൻറ്റഡ് എന്ന് പറയുന്ന ഒരു കോമൺ വേർഡ് തന്നെയാണ്, പക്ഷേ അതിന് കുറച്ച് ഫോർമാലിറ്റി കൂടുതലാണ് എന്ന് മാത്രം. അതായത് ലെറ്റ്സ് ഗെറ്റ് അക്വൈൻറ്റഡ് ലേറ്റർ. ലെറ്റ്സ് ഗെറ്റ് അക്വൈൻറ്റഡ് ലേറ്റർ. നമുക്ക് പിന്നീട് പരിചയപ്പെടാം. ഇങ്ങനെ 3 രീതിയിലാണ് നമുക്ക് പിന്നെ പരിചയപ്പെടാം എന്ന് സ്പോക്കൺ ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കുക. 1, ലെറ്റ്സ് ഗെറ്റ് ടു നോ ഈച്ച് അതർ ലേറ്റർ. 2, ലെറ്റ്സ് ഇൻട്രഡ്യൂസ് ourselves ലേറ്റർ. 3, ലെറ്റ്സ് ഗെറ്റ് അക്വൈൻറ്റഡ് ലേറ്റർ. ഈ 3 രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇനി ബാക്കിയുള്ള എക്സ്പ്രഷൻസ് ഏതൊക്കെയാണെന്നും അതെങ്ങനെയാണ് പറയാമെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. അതിന് മുന്നോടിയായിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൽ വീട്ടിലിരുന്ന് ലോകത്തെവിടെയിരുന്നും ലൈവ് ഇൻട്രാക്റ്റീവ് മെത്തേഡിലൂടെ കൃത്യമായി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണമെങ്കിൽ അതിന് ഞാൻ നടത്തുന്നൊരു കോഴ്സുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്നൊരു കോഴ്സാണ്. ബ്രിസ്റ്റു സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി എന്നാണ് കോഴ്സിൻ്റെ പേര്. ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് 1-on-1 ആയിട്ട്, അതായത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് ഒരു ലേണർക്ക് ഒരു ടീച്ചർ എന്ന രൂപത്തിൽ കൃത്യമായ സിലബസിലൂടെ 5 മാസം ദൈർഘ്യത്തിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയ സമയത്ത് ലൈവ് ഇൻട്രാക്റ്റീവ് മെത്തേഡിലൂടെ ഭാഷ പരിശീലിക്കാൻ കഴിയുന്ന ഒരു കോഴ്സാണ്. ഈ കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ ബ്രിസ്റ്റു സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന ഈ പറയുന്ന നമ്പറിൽ 9037990442 എന്ന് പറയുന്ന നമ്പറിൽ ബ്രിസ്റ്റു സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് ജസ്റ്റ് ഒരു മെസ്സേജ് വാട്സപ്പ് വഴി അയയ്ക്കുക. കോഴ്സിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വാട്സപ്പ് വഴി അയച്ചു തരുന്നതായിരിക്കും. എല്ലാവർക്കും ബ്രിസ്റ്റു സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ സെഷൻ കണ്ടിന്യൂ ചെയ്യാം. ഇനി ഒരു സിമ്പിളായിട്ടുള്ള ഒരു സെൻറ്റൻസാണ്. ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ എന്നത് നമുക്ക് എങ്ങനെയാണ് ചോദിക്കാൻ സാധിക്കുക? കുഡ് യു പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. വളരെ ലളിതമായിട്ട് നമുക്ക് ചോദിക്കാം. അത് മറ്റൊരു രീതിയിലൂടെ നമുക്ക് പറയാം. കുഡ് യു അക്വൈൻറ്റ് മീ വിത്ത് യുവർ സെൽഫ്. കുഡ് യു അക്വൈൻറ്റ് മീ വിത്ത് യുവർ സെൽഫ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ എന്നത് കുഡ് യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് ചോദിക്കാം. കൂടാതെ കുഡ് യു അക്വൈൻറ്റ് മീ വിത്ത് യുവർ സെൽഫ് എന്നും ചോദിക്കാം. അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഒരാളെ കാണുന്ന സമയത്ത് നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. നമുക്കതെങ്ങനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ സാധിക്കുക? വി ഹാവ് മെറ്റ് ബിഫോർ. വി ഹാവ് മെറ്റ് ബിഫോർ. അപ്പോൾ ശ്രദ്ധിക്കണേ, മെറ്റ് എന്ന് പറയുമ്പോൾ മെറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടി എന്നാണ്. കണ്ടുമുട്ടുക, മെറ്റ്. പക്ഷേ നമ്മൾ ഈ പരിചയമുണ്ട് എന്ന അർത്ഥത്തിൽ പറയാനും ഇംഗ്ലീഷിൽ, സ്പോക്കൺ ഇംഗ്ലീഷിൽ ഏറ്റവും ബേസിക്കായിട്ട് മെറ്റ് തന്നെയാണ് ഉപയോഗിക്കുക. നമ്മൾ ഇതിനു മുമ്പ് കണ്ടുമുട്ടിയിട്ടുണ്ടോ? വി ഹാവ് മെറ്റ് ബിഫോർ. വി ഹാവ് മെറ്റ് ബിഫോർ. ഇതാണ് നോർമലായിട്ട് നമ്മൾ സംസാരിക്കുക. പിന്നെ നമുക്ക് ഫോർമലായിട്ട് വേണമെങ്കിൽ ഈ അക്വൈൻറ്റ് വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. വി ഹാവ് ബീൻ അക്വൈൻറ്റഡ് ബിഫോർ. വി ഹാവ് ബീൻ അക്വൈൻറ്റഡ് ബിഫോർ. നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. വി ഹാവ് ബീൻ അക്വൈൻറ്റഡ് ബിഫോർ. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വി ഹാവ് ബീൻ അക്വൈൻറ്റഡ് ബിഫോർ, അതുപോലെ തന്നെ വി ഹാവ് മെറ്റ് ബിഫോർ. ഇത് രണ്ടും ഓർത്തിരിക്കുക. അടുത്തത്, ഞാൻ അവളെ ഇന്നലെ പരിചയപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ അവളെ പരിചയപ്പെട്ടു. ഐ ഗോട്ട് നോ ഹെർ യെസ്റ്റർഡേ. ഐ ഗോട്ട് നോ ഹെർ യെസ്റ്റർഡേ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഗെറ്റ് നോ വെച്ചുകൊണ്ട് പറയാം. അപ്പോൾ ഐ ഗോട്ട് നോ, ഗെറ്റ് നോൻ്റെ പാസ്റ്റാണ് ഗോട്ട് നോ. ഐ ഗോട്ട് നോ ഹെർ യെസ്റ്റർഡേ. ഇത് സാധാരണ സംഭാഷണത്തിലുള്ള ഒരു രീതിയാണ്. ഇത് കൂടാതെ നമുക്ക് മെറ്റ് വെച്ചും പറയാം. ഐ മെറ്റ് ഹെർ യെസ്റ്റർഡേ. ഐ മെറ്റ് ഹെർ യെസ്റ്റർഡേ. അപ്പോൾ ഐ മെറ്റ് ഹെർ യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ ഞാൻ അവളെ ഇന്നലെ കണ്ടുമുട്ടി എന്നല്ല, അതിൻ്റെ അപ്പുറം ഞാൻ ഇന്നലെ അവളെ പരിചയപ്പെട്ടു എന്ന അർത്ഥം കൂടി അതിനുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അടുത്ത സെൻറ്റൻസ്, ഞങ്ങൾ തമ്മിൽ കാലങ്ങളായി പരിചയമുണ്ട്. ഞങ്ങൾ തമ്മിൽ കാലങ്ങളായി പരിചയമുണ്ട്. വി ഹാവ് നോൺ ഫോർ ഇയേഴ്സ്. വി ഹാവ് നോൺ ഫോർ ഏജസ്.
അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഞങ്ങൾ കാലങ്ങളായിട്ട് പരിചയമുണ്ട് എന്നതിന് ഒന്നുകിൽ വി ഹാവ് നോൺ ഫോർ ഇയേഴ്സ് അല്ലെങ്കിൽ വി ഹാവ് നോൺ ഫോർ ഏജസ് എന്ന് പറയാം. അത് സാധാരണ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ഇനി നിങ്ങൾക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടാണ് പറയേണ്ടതെങ്കിൽ വി ഹാവ് ബീൻ അക്വൈൻറ്റഡ് ഫോർ ഏജസ്, വി ഹാവ് ബീൻ അക്വൈൻറ്റഡ് ഫോർ ഏജസ് ഓർ വി ഹാവ് ബീൻ അക്വൈൻറ്റഡ് ഫോർ ഇയേഴ്സ് അങ്ങനെയും പറയാം. ഞാൻ നിന്നെ പരിചയപ്പെട്ടിട്ട് 10 വർഷമായി. ഇറ്റ്സ് ബീൻ 10 years since I met you. It's been 10 years since I met you. It's been എന്ന് പറയുമ്പോൾ it has been 10 years since I met you. അതല്ലെങ്കിൽ it's been 10 years since we first met എന്ന രൂപത്തിൽ വേണമെങ്കിലും പറയാം. ഈ രണ്ട് രീതിയിലും അത് പറയാൻ സാധിക്കും. ഏറ്റവും സിമ്പിളായിട്ട് ഇറ്റ്സ് ബീൻ 10 years since I met you എന്ന് പറഞ്ഞാൽ മതി. ഒരിക്കൽ കൂടി പറയാം, ഇറ്റ്സ് ബീൻ 10 years since I met you. വളരെ സിമ്പിളായിട്ട്. ഓക്കെ, ഇനി അത് കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ്സ് ബീൻ 10 years since we became acquainted. ഇറ്റ്സ് ബീൻ 10 years since we became acquainted. ഇതൊരു ഫോർമൽ വേ ഓഫ് സേയിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കുറച്ചുകൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുക. ഇനി വളരെ സിമ്പിളായിട്ട് നമ്മളെപ്പോഴും ചോദിക്കുന്നതാണ്, നിനക്ക് അയാളെ പരിചയമുണ്ടോ? നിനക്ക് ഇന്നയാളെ പരിചയമുണ്ടോ എന്ന അർത്ഥത്തിലുള്ള ചോദ്യം നമ്മളെപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ. നിനക്ക് അയാളെ പരിചയമുണ്ടോ? എങ്ങനെ ചോദിക്കാം? നിനക്ക് അയാളെ പരിചയമുണ്ടോ? ഡു യു നോ ഹിം? ഏറ്റവും ലളിതാണത് അല്ലേ. ഡു യു നോ ഹിം? അല്ലെങ്കിൽ ആർ യു ഫാമിലിയർ വിത്ത് ഹിം? ആർ യു ഫാമിലിയർ വിത്ത് ഹിം? ആർ യു ഫാമിലിയർ വിത്ത് ഹിം? ഇത് രണ്ടും നമ്മൾ സാധാരണ സംഭാഷണങ്ങൾ ചോദിക്കുന്ന രീതിയാണ്. ഇനി ഇത് വേണമെങ്കിൽ നമുക്കത് ഇങ്ങനെ കൂടി ചോദിക്കാം, ആർ യു അക്വൈൻറ്റഡ് വിത്ത് ഹിം? ആർ യു അക്വൈൻറ്റഡ് വിത്ത് ഹിം? ഇയാൾക്ക് നിനക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അയാളെ അറിയുമോ, അയാളെ പരിചയമുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ പറയുന്ന മറ്റൊരു രീതിയാണ്, എനിക്ക് ഇയാളെ പരിചയമുണ്ടല്ലോ, പക്ഷേ എനിക്ക് ഓർമ്മ വരുന്നില്ല എന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് എപ്പോഴും വരാറുണ്ട്. അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? എനിക്ക് ഇയാളെ അല്ലെങ്കിൽ ഇവനെ പരിചയമുണ്ടല്ലോ, പക്ഷേ ഓർമ്മ വരുന്നില്ല. ഐ നോ ഹിം ദിസ് പേഴ്സൺ, ഐ നോ ദിസ് ഗൈ വെൽ, ഐ നോ ഹിം വെൽ but I don't know how. I know him well but I don't know how. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഇയാളെ നന്നായിട്ട് അറിയാം, എനിക്ക് ഇയാളെ നല്ല പരിചയം ഉണ്ടല്ലോ, പക്ഷേ I don't know how. എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഇത് ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നതാണ്. ഇനി അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, he looks familiar but I can remember how I know him. He looks familiar but I can't remember. എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഹൗ ഐ നോ, അവനെങ്ങനെ എനിക്കറിയാമെന്നുള്ളത്. ഒരു രീതിയിൽ കൂടെ നമുക്കത് പറയാൻ സാധിക്കും. ഐ എം വെൽ അക്വൈൻറ്റഡ് വിത്ത് ഹിം ബട്ട് ഐ ക്യാൻ റിമെമ്പർ ഹൗ. ഐ എം വെൽ അക്വൈൻറ്റഡ് വിത്ത് ഹിം ബട്ട് ഐ ക്യാൻ റിമെമ്പർ ഹൗ. ഇനി നമ്മൾ സാധാരണ പറയുന്ന മറ്റൊരു സെൻറ്റൻസ് ആണ്, ഈ സ്ഥലം എനിക്ക് പരിചയമുണ്ട് എന്നല്ലേ നമ്മളങ്ങനെ പറയാറില്ല. ഈ സ്ഥലം എനിക്ക് നല്ല പരിചയമുണ്ട്, ഈ സ്ഥലം എനിക്ക് പരിചയമുണ്ട്. എങ്ങനെ അത് പറയാൻ സാധിക്കും? സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഐ എം ഫാമിലിയർ വിത്ത് ദിസ് പ്ലേസ്. ഐ ആം ഫാമിലിയർ വിത്ത് ദിസ് പ്ലേസ്. എനിക്ക് ഈ സ്ഥലം പരിചയമുണ്ട്. ഐ ആം ഫാമിലിയർ വിത്ത് ദിസ് പ്ലേസ്. അങ്ങനെ പറഞ്ഞാൽ പോരെ, മതി. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ രീതിയിലൂടെ പറയാം, ഐ ആം അക്വൈൻറ്റഡ് വിത്ത് ദിസ് പ്ലേസ്. ഐ ആം അക്വൈൻറ്റഡ് വിത്ത് ദിസ് പ്ലേസ്. ഈ അക്വൈൻറ്റഡ് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളെല്ലാം കുറച്ച് ഫോർമലാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. മറ്റൊരു ഉപകാരപ്പെട്ട സെഷനുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്കിതുപോലെയുള്ള ഏതെങ്കിലും മലയാളത്തിലുള്ള പറയാൻ ബുദ്ധിമുട്ടുള്ള സെൻറ്റൻസുകൾ അതെങ്ങനെയാണ് നാച്ചുറൽ സ്പോക്കൺ ഇംഗ്ലീഷ് വേയിൽ എങ്ങനെയാണ് അത് പ്രയോഗിക്കുക എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ. റിലവൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സെഷൻസിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.